കുറ്റ്യാട്ടൂരിലെ ഹൈടെക് കർഷകൻ. കണ്ണൂർ ജില്ലയിലെ കുറ്റ്യാട്ടൂർ ഗ്രാമം. ഭൗമസൂചിക പദവി ലഭിച്ച കുറ്റ്യാട്ടൂർ മാമ്പഴത്തിൻ്റെ സ്വദേശം കൂടിയാണ് കുറ്റ്യാട്ടൂർ. ഈ ഗ്രാമത്തിലെ യുവ കർഷകനായ ഈ മൊയ്തീൻ്റെ കൃഷിവിശേഷങ്ങളാണ് ഇന്നത്തെ നൂറുമേനിയിൽ. കുറ്റ്യാട്ടൂരിലും സമീപ പ്രദേശങ്ങളിലും സംശുദ്ധമായ പച്ചക്കറിയും പാലും വിതരണം ചെയ്യുന്ന ഈ യുവാവിനെ നാട്ടിൽ അറിയാത്തവർ ചുരുക്കം. പ്ലംബറായും ഇലക്ട്രീഷ്യനായും പ്രവർത്തിച്ച് ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്ന ഇദ്ദേഹം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടാണ് കൃഷിയിൽ പൂർണ്ണമായും വ്യാപൃതനായത്. ഞാൻ 15 വർഷത്തോളമായി കൃഷി ചെയ്യുന്നത്. ആദ്യം പ്ലംബറും ഇലക്ട്രീഷ്യനും കൂടിയായിരുന്നു. അത് ഉപേക്ഷിച്ച് കൃഷിയിലേക്ക് വരികയായിരുന്നു. ഇപ്പോഴും നല്ല രീതിയിൽ കൃഷി ചെയ്ത് പോവുകയാണ്. ഞാൻ 5-8 വർഷം മുന്നേ നമ്മൾക്ക് കുറേ നഷ്ടം വന്നിട്ടുണ്ട്. അതിന് KVKയുടെ സഹായത്തോടെ ഈ മൾച്ചിങ് ഷീറ്റ് വിരിച്ചതുകൊണ്ട് വളരെ ഉപകാരപ്രദമായിട്ടുണ്ട്. ഹൈബ്രിഡ് ഇനം വിത്തുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആദ്യം മഴക്കാലവും വേനൽക്കാലവുമായി വർഷത്തിൽ 3 പ്രാവശ്യം ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. 80% ജൈവവളമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. മണ്ണിൽ ചെറിയ പൊട്ടാഷിൻ്റെ കുറവുള്ളതുകൊണ്ട് ഞങ്ങളത് നൽകുന്നുണ്ട്. പച്ചക്കറി കൃഷിയിൽ കൃത്യത കൃഷിരീതി സ്വീകരിക്കാൻ മൊയ്തീന് പ്രേരണ നൽകിയത് കണ്ണൂർ കൃഷി വിജ്ഞാൻ കേന്ദ്ര ആയിരുന്നു. മണ്ണിൽ ചെടികൾക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കി കളകളെ നിയന്ത്രിക്കുന്നതിനും മണ്ണിൽ കൂടി പകരുന്ന രോഗകീടങ്ങളെ നിയന്ത്രിക്കുന്നത് കൂടാതെ വിളകൾക്കാവശ്യമായ വെള്ളവും പോഷകമൂലകങ്ങളും വേരുപടലത്തിനടുത്ത് നൽകുന്നത് മൂലം കൂടുതൽ വിളവ് ലഭിക്കുന്നതിന് കൃത്യത കൃഷിരീതി ഏറെ സഹായകരമാണ്. കൃത്യത കൃഷിയുടെ ഗുണമേന്മ മനസ്സിലാക്കിയ മൊയ്തീൻ തൻ്റെ പച്ചക്കറി കൃഷിയിൽ ഈ നൂതന സാങ്കേതിക വിദ്യ പ്രാവർത്തികമാക്കുകയായിരുന്നു. 5 ഏക്കറിലാണ് മൊയ്തീൻ്റെ പച്ചക്കറി കൃഷി. ഏക്കർ കൃഷി ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ തണ്ണിമത്തൻ, വെള്ളരി, മത്തൻ, ഇളവൻ, പാവൽ, പടവലം, കക്കിരി, പയറ്, വെണ്ട, പച്ചമുളക് എന്നീ ഇനങ്ങൾ ഞാൻ ചെയ്തു വരുന്നുണ്ട്. നല്ല വിളവ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. 3 സീസണുകളിലായി കൃഷി ഇറക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ രീതി. 18 ലക്ഷം രൂപ ബാങ്ക് വായ്പ എടുത്താണ് മൊയ്തീൻ തൻ്റെ നൂതന കൃഷിക്ക് തുടക്കം കുറിച്ചത്. 3 ഏക്കറിൽ പയർ, വെണ്ട, സാലഡ്, വെള്ളരി തുടങ്ങിയ വിളകൾ കൃഷി ചെയ്യുന്നു. 2 ഏക്കറിൽ പീച്ചിങ്ങ, പാവൽ, വെള്ളരി തുടങ്ങിയ വിളകളും കൃഷി ചെയ്യുന്നു. ഓരോ വിളയ്ക്കും പ്രത്യേകം സ്ഥലം മാറ്റിവെച്ചിരിക്കുന്നു. വീടിൻ്റെ അടുത്തായിട്ട് 3 ഏക്കറോളം പയറ്, വെണ്ട, വെള്ളരി, മത്തൻ, ഇളവൻ ഒക്കെ ചെയ്യുന്നത്. ഇപ്പുറത്തായിട്ട് 15 ഐറ്റംസ് ഫുള്ള് ഇപ്പുറം ഞങ്ങൾ ചെയ്തു വരുന്നത്. ഇനി വിപുലമായി നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ നിലക്കാതെ പച്ചക്കറി എന്നൊരു ആശയം, ഇത് തീരുമ്പോൾ വേറെ ഒരു പച്ചക്കറി തോട്ടം എന്ന ഒരു ആശയം ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് തീർച്ചയായും നടപ്പിലാക്കും. കൃഷിഭവൻ്റെയും സഹായം ഇനിയും കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇത് നിലക്കാതെ പച്ചക്കറി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളുള്ളത്. ഇത് മൊയ്തീൻ്റെയും കൂട്ടരുടെയും വെണ്ടത്തോട്ടം.
സങ്കര ഇനം വെണ്ടവിത്താണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിലം നന്നായി കിളച്ച് പരുവപ്പെടുത്തി ഡോളമൈറ്റ് മണ്ണുമായി കൂട്ടിക്കലർത്തി 10 ദിവസം കഴിയുമ്പോൾ ജൈവവളങ്ങളെല്ലാം ചേർത്താണ് തവാരണകളിൽ മൾച്ചിങ് ഷീറ്റ് വിരിച്ചിരിക്കുന്നത്. മൾച്ചിങ് ഷീറ്റ് വിരിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം നിശ്ചിത അകലത്തിൽ വിത്ത് പാകുകയാണ് പതിവ്. കൃത്യത കൃഷിരീതി തന്നെയാണ് പയർ കൃഷിയിലും അവലംബിച്ചിരിക്കുന്നത്. അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം വിത്താണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. 2 പ്രായത്തിലുള്ള പയർ കൃഷി നമുക്കിവിടെ കാണാം. വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതും നട്ട് 1 മാസം പ്രായമുള്ളതും. കൃത്യത കൃഷിയിൽ കളകൾക്ക് സ്ഥാനമില്ല. അപ്പപ്പോൾ മുളച്ചു വരുന്ന കുഞ്ഞു കളകളെ നീക്കം ചെയ്യാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ജൈവ രീതിയിലുള്ള കീടനിയന്ത്രണമാണ് തുടർന്നു വരുന്നത്. കായീച്ചകളെ നിയന്ത്രിക്കാൻ ഫിറമോൺ കെണികളും സോളാർ ലൈറ്റ് ട്രാപ്പും തോട്ടത്തിൽ സജ്ജമാക്കിയിരിക്കുന്നു. പിന്നെ പക്ഷിവർഗ്ഗങ്ങൾ വന്ന് പയർ തിന്നതിന് പകരം ഞങ്ങൾ ഫാൻ ഫിറ്റ് ചെയ്ത് സൗണ്ട് ഉണ്ടാക്കി പക്ഷികളെ പറത്തുന്നൊരു വിദ്യ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പീച്ചിങ്ങ, സാലഡ് വെള്ളരി, പാവൽ തുടങ്ങിയ പന്തൽ ആവശ്യമുള്ള വിളകൾ 3 ഏക്കറിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. 2 ആഴ്ച കൂടുമ്പോൾ സ്യൂഡോമോണാസ് നൽകുന്നത് കൂടാതെ ചാണകവും ഗോമൂത്രവും കലർന്ന മിശ്രിതം നേർപ്പിച്ച് ചെടികൾക്ക് നൽകി വരുന്നു. മൊയ്തീൻ്റെ ജ്യേഷ്ഠന്മാരും സഹോദരിയും ഭാര്യയും ഒക്കെ കൂടിയാണ് ഈ കൃഷി വൻ വിജയമാക്കി തീർത്തത്. പന്തലിന് പനയുടെ തൂണും 8mm കമ്പിയും ആണ് ഈ പട്ടി ഇട്ടിരിക്കുന്നത്. ബാക്കി നൈലോണിൻ്റെ കയറ് വലിച്ചിട്ടാണ് പന്തലിട്ടിരിക്കുന്നത്. ഒരു തടത്തിൽ 3 ചെടി എന്ന രീതിയിലാണ് പന്തൽ ഐറ്റംസ് എല്ലാം എടുക്കുന്നത്. വെണ്ട 50 സെൻറ്റിമീറ്ററിലും പയറും 50 സെൻറ്റിമീറ്ററിലാണ് നട്ടിരിക്കുന്നത്. വെള്ളരി, മത്തൻ 2 മീറ്റർ അകലം എല്ലാം ആണ് നട്ടിരിക്കുന്നത്. 150 തടത്തിലാണ് പാവൽ കൃഷി. ഓരോ ചെടിയിൽ നിന്നും 15 മുതൽ 16 കിലോ വരെ പാവൽ ലഭിക്കാറുണ്ടത്രേ. കുറ്റ്യാട്ടൂർ കൃഷിഭവന്റെ പൂർണ്ണ പിന്തുണ ഈ കൃഷിക്ക് നൽകി വരുന്നു. കൃഷി ചെയ്യുന്നത് എന്ന് വെച്ചാൽ എപ്പോഴും ഹൈബ്രിഡ് പച്ചക്കറിയാണ് അദ്ദേഹം 3 സീസണിൽ, അതായത് നമ്മൾ ജൂൺ മാസത്ത് തുടങ്ങി, പിന്നെ ഒക്ടോബർ മാസം, പിന്നെ വേനൽ സീസൺ, അങ്ങനെ 3 സീസണിലാണ് അദ്ദേഹം കൃഷി ഇറക്കുന്നത്. ഈ കൃഷി ഇറക്കുന്ന സമയത്ത് അതിനൂതന സാങ്കേതിക വിദ്യകളുടെ എല്ലാം ഉപയോഗിച്ച് ഹൈബ്രിഡ് വിത്തുകളാണ് അദ്ദേഹം പാകാറ്. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ പയറുകൾക്ക് മാർക്കറ്റിൽ നല്ല വില ലഭിക്കുകയും മാത്രമല്ല പല രീതിയിലുള്ള പയർ, വെണ്ട, താലോലിക്ക, പാവയ്ക്ക, അങ്ങനെ ഒരുപാട് തരം എന്തൊക്കെ പച്ചക്കറി കൃഷികൾ നമ്മുടെ നാട്ടിൽ വേണോ അതൊക്കെ നമ്മൾ ഈ മൊയ്തീൻ്റെ പറമ്പിൽ നിന്ന് ലഭിക്കുകയാണ്. അദ്ദേഹത്തെ ഏകദേശം എല്ലാ രീതിയിലും നമ്മളിപ്പോൾ കൃഷിഭവൻ ഉയർത്തിക്കൊണ്ടുവരികയും അതിനുശേഷം പല പുരസ്കാരങ്ങളും നമ്മളെ കൃഷിഭവൻ മുഖേനയും മറ്റ് സ്ഥാപനങ്ങൾ വഴിയൊക്കെ ലഭിക്കുകയുണ്ടായി. നമ്മുടെ നാട്ടിൽ തന്നെ നല്ല രീതിയിൽ ചെയ്യുന്ന ഇദ്ദേഹം ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ മാത്രമല്ല ഒരു സമ്മിശ്രിത കർഷകനാണ്. അദ്ദേഹത്തിന് ഏകദേശം 15ഓളം പശുക്കളുണ്ട്. അതേപോലെ തന്നെ ആടുകൾ, കോഴികൾ തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിനുണ്ട്. അതിൽ പശുവിൻ്റെ ചാണകം ഒരു വേസ്റ്റും ഉണ്ടാകാതെ തന്നെ അത് കൃഷിയിലേക്ക് മാറ്റിക്കൊണ്ട് അത് ഉൽപ്പാദനമാക്കാൻ കഴിയുന്നതിൽ അദ്ദേഹത്തിന് പ്രാവീണ്യം വളരെ വലുതാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന ഒരു ശക്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ബന്ധുക്കൾ തന്നെയാണ്. എല്ലാവരും കൃഷിയോട് യോജിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കൃഷിഭവൻ അദ്ദേഹത്തെ സഹായിക്കുന്ന രീതിയിൽ എപ്പോഴും നമ്മൾ അദ്ദേഹം തുടങ്ങിയാൽ സാധാരണ തുടക്കം മുതൽ നമ്മൾ കൃഷിഭവൻ്റെ പൂർണ്ണ പിന്തുണ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം വലിയൊരു കർഷകനായി അറിയപ്പെടുന്നത്. ലോക്ക്ഡൗൺ കാലത്ത് ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാൻ സഹായിച്ചതും കുറ്റ്യാട്ടൂർ കൃഷിഭവൻ അധികൃതരാണ്. ലോക്ക്ഡൗൺ ആയ സമയത്ത് മൊയ്തീൻ്റെ വേനൽക്കാല പച്ചക്കറിയുടെ വിളവെടുപ്പായിരുന്നു. അദ്ദേഹം തണ്ണിമത്തനും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം 5 ടണ്ണോളം തണ്ണിമത്തനും ഒരുപാട് 10 ടണ്ണോളം പച്ചക്കറികളും അദ്ദേഹത്തിന് മാർക്കറ്റ് കിട്ടാതെ ഒരു നശിച്ചു പോകുന്നൊരവസ്ഥ വന്നപ്പോഴാണ് കുറ്റ്യാട്ടൂർ കൃഷിഭവൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. കുറ്റ്യാട്ടൂർ കൃഷിഭവൻ ഈ പ്ലോട്ട് ടു ഡോർ എന്നൊരു പദ്ധതിയുമായി ഉൾപ്പെടുത്തിക്കൊണ്ട് മൊയ്തീൻ്റെ ഉൽപ്പന്നങ്ങൾ
അതായത് നമ്മൾ സന്നദ്ധ സംഘടനകൾ വഴി എല്ലാ വീടുകളും കുറ്റ്യാട് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വീടുകളും നിർബന്ധമായും പച്ചക്കറികൾ ഏറ്റെടുക്കണം, ഒരു തണ്ണിമത്തനം വാങ്ങണം എന്ന നിലയിലേക്ക് പോവുകയും എല്ലാ കർഷകരും എല്ലാ നാട്ടുകാരും സഹകരിച്ചതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് 5 ടൺ തണ്ണിമത്തനും 10 ടണ്ണോളം വരുന്ന പച്ചക്കറികളും പൂർണ്ണമായിട്ട് ഒരു 3 ദിവസത്തെ കാലയളവിൽ പൂർണ്ണമായിട്ട് വിറ്റ് നൽകാൻ കുറ്റ്യാട് കൃഷിഭവൻ്റെ ഇടപെടൽ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ കൃത്യത കൃഷിക്കുള്ള ധനസഹായം ലഭിച്ചതായി മൊയ്തീൻ പറയുന്നു. വേനൽക്കാലങ്ങളിൽ തുള്ളിനനയായാണ് ജലസേചനം നൽകുന്നത്. മഴക്കാലമാകുമ്പോൾ കണിക ജലസേചന യൂണിറ്റ് മാറ്റി നിലം പരുവപ്പെടുത്തി മഴയെ ആശ്രയിച്ചാണ് കൃഷി പുരോഗമിക്കുന്നത്. ഉൽപ്പന്നങ്ങളെല്ലാം വിപണനം ചെയ്യുന്നത് കർഷകൻ എന്ന നാമധേയത്തിലുള്ള സഞ്ചരിക്കുന്ന ഹാസി എക്കോ ഷോപ്പ് എന്ന പിക്കപ്പ് വാനിലാണ്. നാട്ടിൽ പച്ചക്കറി ആവശ്യമുള്ളവർക്കും അടുത്തുള്ള കടകളിലുമാണ് മൊയ്തീൻ വിപണനം നടത്തുന്നത്. ഇതുമൂലം ഇടനിലക്കാരെ ഒഴിവാക്കി തൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് പരമാവധി വില ലഭ്യമാക്കുവാൻ മൊയ്തീൻ ശ്രമിക്കുന്നു. പതിനഞ്ച് പശുക്കളുള്ള ഒരു ഡയറി ഫാമും മൊയ്തീനും കുടുംബവും സംരക്ഷിച്ചു വരുന്നു. 10 കറവ പശുക്കളും 5 കുട്ടികളുമാണ് ഈ ഡയറി ഫാമിലെ അന്തേവാസികൾ. തൊഴുത്ത് എപ്പോഴും ശുചിയായി സൂക്ഷിക്കാൻ മൊയ്തീൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഈ ഡയറി ഫാമിൽ നിന്നുള്ള ചാണകവും ഗോമൂത്രവുമൊക്കെ തൻ്റെ കൃഷിത്തോട്ടത്തിലാണ് പൂർണ്ണമായും ഉപയോഗിക്കുന്നത്. പാൽ കറക്കാൻ കറവയന്ത്രമൊന്നുമില്ല, കൈക്കറവയാണ് നടത്തിവരുന്നത്. പാൽ കറക്കുന്നതിലും മൊയ്തീന് നല്ല പ്രാവീണ്യം തന്നെയുണ്ട്. ദിവസവും 80 മുതൽ 90 വരെ ലിറ്റർ പാൽ ലഭിക്കുന്നതായും രാവിലെ ലഭിക്കുന്ന പാൽ സൊസൈറ്റിയിലും വൈകുന്നേരത്തെ പാൽ 1/2 ലിറ്റർ പാക്കറ്റുകളിലാക്കി 30 രൂപ നിരക്കിൽ വീടുകളിലും വിതരണം ചെയ്തു വരുന്നു. കോഴികളെ കൂടാതെ 15 ആടുകളെയും ഇവിടെ പരിപാലിച്ചു വരുന്നു. മൊയ്തീൻ തൻ്റെ കുഞ്ഞുങ്ങളെയും കൃഷിയെ തൊട്ടറിയാൻ കൂടെ കൂട്ടാറുണ്ട്. ചെറുപ്പത്തിലെ കുട്ടികളിൽ കൃഷിയോടുള്ള താൽപ്പര്യം ജനിപ്പിക്കാൻ ഇതുമൂലം സാധിക്കുമെന്ന് മൊയ്തീൻ വിശ്വസിക്കുന്നു. നിരവധി പുരസ്കാരങ്ങൾ ഇക്കാലയളവിൽ മൊയ്തീനെ തേടിയെത്തിയിട്ടുണ്ട്. 2016-17 കണ്ണൂർ ജില്ലയിലെ മികച്ച കർഷകനായി കൃഷി വകുപ്പ് മൊയ്തീനെ ആദരിച്ചിരുന്നു. കൃഷി ലാഭകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. ആദ്യം കുറച്ച് മാത്രം തുടങ്ങി അതിനെപ്പറ്റി പഠിച്ച് കൃത്യമായി ലാഭകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. തീർച്ചയായും മണ്ണ് നന്നായാൽ പോരാ, മനസ്സും കൂടി നന്നായാലോ കൃഷി മുന്നോട്ട് പോകും. കുറച്ച് ധൈര്യം കൂടി വേണം. അതുകൊണ്ട് എല്ലാ കർഷകരും മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് പറയുക. ഇത് പരാജയപ്പെടില്ല. അതിൻ്റെ എല്ലാം KVK പോലെയുള്ള എല്ലാവരും അതിൻ്റെ ക്ലാസ്സും അതിനുള്ള എല്ലാ സഹകരണവും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കൃഷിരംഗത്ത് കഴിയുന്നവരും വന്ന് കൃഷി ചെയ്യാനാണ് എൻ്റെ അഭിപ്രായത്തിൽ. നഷ്ടം വരാതിരിക്കും. പിന്നെ ഇപ്പോൾ ഇൻഷുറൻസ് പോലെയുള്ള സംഭവങ്ങളുണ്ട്. ഓരോ അവാർഡ് ലഭിക്കുമ്പോഴും കൂടുതൽ മികവോടെയും ആർജവത്തോടെയും പ്രവർത്തിക്കുവാനുള്ള പ്രചോദനമാണ് ലഭിക്കുന്നതെന്ന് ഇരിങ്ങാട്ട് മൊയ്തീൻ എന്ന ഈ യുവ കർഷകൻ വിശ്വസിക്കുന്നു. ഇനി മൊയ്തീനുമായി കാർഷിക വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. മൊബൈൽ നമ്പർ 9995936999.